ഇന്ത്യൻ മണ്ണ് കേവലം ഒരു ഭൂപ്രദേശം മാത്രമല്ല, ആയോധന കലകളുടെ ഈറ്റില്ലം കൂടിയാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഒട്ടേറെ ആയോധന കലകൾ നിലനിന്നിരുന്നു. രാജ്യഭരണം നടത്തിയവരും അവർക്ക് ശേഷം വന്ന അധിപന്മാരും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഈ കലകളെല്ലാം ഉപയോഗിച്ചിരുന്നു. ആയോധന കലയിൽ ആഴത്തിൽ അറിവ് നേടിയ ഒരു സന്യാസിയായിരുന്നു ബോധിധർമ്മൻ. ഈ മഹാപ്രതിഭയിലൂടെയാണ് ഈ ജ്ഞാനം ലോകമെമ്പാടും വ്യാപിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ തത്വങ്ങളെ, അതായത് ശരീരത്തിന്റെ ചലനം, ശ്രദ്ധ, മനോബലം എന്നിവയെ അടിസ്ഥാനമാക്കി കിഴക്കൻ ഏഷ്യൻ മണ്ണിൽ കരാത്തെ എന്ന പ്രതിരോധ കല പിറവിയെടുത്തു. കരാത്തെ പഠിപ്പിക്കുന്നത് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാനും ആവശ്യമെങ്കിൽ തിരിച്ചാക്രമിക്കാനുമുള്ള കൃത്യമായ സാങ്കേതിക വിദ്യകളാണ്. ഇത് കരുത്തും ശ്രദ്ധയും കൃത്യതയും സമന്വയിക്കുന്ന ഒരു വിദ്യയാണ്. ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വ്യാപിച്ച ഒരു ആർട്ടാണ് കരാത്തെ. കേവലം ഒരു പ്രതിരോധ കല എന്നതിലുപരി അതൊരു കായിക ഇനമായി രൂപാന്തരപ്പെട്ടു വരുന്നു. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള വലിയ മത്സരവേദികൾ കരാത്തെ താരങ്ങൾക്കായി ഒരുങ്ങുന്നു. ഈ വേദികൾ കുട്ടികൾക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ അച്ചടക്കവും ലക്ഷ്യബോധവും നേടാനും ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ്. ഇന്ത്യയുടെ ആ പഴയ പാരമ്പര്യം ഇന്നും കരാത്തയിലൂടെ ലോകമെമ്പാടും പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു. I work better under pressure. If you keep telling yourself this, but still end up rushing and stressed, then listen